സുജു ടി ബാബു, നിങ്ങളിലൂടെയാണ് കേരളം ഇതെല്ലാം കേട്ടത്, ഇത്ര നേരം കേട്ടുകൊണ്ടിരുന്നത്. എന്താണ് അവിടെ സാക്ഷ്യം വഹിച്ചത്? നമ്മുടെ ജനതയുടെ സംസ്കാരത്തിലേക്ക് ഉൾച്ചേർത്ത് വെക്കാനായി അവിടെ ഇന്ന് നടന്നത് എന്താണ് എന്ന് ഒരിക്കൽ കൂടി പറഞ്ഞുകൊണ്ട് സുജു ടി ബാബു ഇപ്പോഴത്തെ ഏറ്റവും പുതിയ വിവരങ്ങളിലേക്ക് നമുക്ക് കടക്കാം. സുജു. NBC ഇന്ന് ഏതാണ്ട് 4 മണി കൂടിയാണ് പ്രതീക്ഷയുടെ നീല വെളിച്ചം ഇവിടെ തെളിയുന്നത്. റഷ്യൻ നിർമ്മിത യന്ത്രത്തിൽ നിന്ന് നീല സിഗ്നൽ ലഭിക്കുമ്പോൾ അത് പ്രതീക്ഷയുടെ നീല വെളിച്ചം എന്ന് പറയാൻ സാധിക്കും. പിന്നീട് ഇങ്ങോട്ട് കണ്ട കാഴ്ച എന്ന് പറയുന്നത് ഇന്ത്യയുടെ രക്ഷാസേന, അത് സൈന്യം മാത്രമല്ല, NDRF, വിവിധ സന്നദ്ധ സംഘടനകൾ, റെഡ് ക്രോസിന്റെ പ്രവർത്തകർ, ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ ഉൾപ്പെടെയുള്ളവർ ചേർന്ന ഇന്ത്യയുടെ രക്ഷാസേന, ദൗത്യസേന, അവർ ഒരുമിച്ചുകൊണ്ട് ഒരേ മനസ്സോടുകൂടി തിരച്ചിൽ നടത്തുന്ന കാഴ്ചയാണ് കണ്ടത്. ഇപ്പോൾ രാത്രി 8 മണി കഴിയുമ്പോഴും ഇന്ത്യയുടെ ഈ സേന ഒരുമിച്ച് നിന്നുകൊണ്ട് രക്ഷാപ്രവർത്തനം തുടരുകയാണ്. ഒരു ജീവന്റെ തുടിപ്പ് ഉണ്ട് എന്ന വിവരം മാത്രമാണ് റഡാർ സംവിധാനത്തിൽ കൂടെ അറിയാൻ സാധിച്ചത്. 2.5 മീറ്റർ താഴ്ചയിലും 7 മീറ്റർ റേഡിയസിലും ചുറ്റളവിലും ഒരു ജീവന്റെ തുടിപ്പുണ്ട്. അത് മനുഷ്യൻ്റെ ആകാം, മൃഗത്തിൻ്റെ ആകാം. പക്ഷെ മനുഷ്യൻ്റെ ആയാലും മൃഗത്തിൻ്റെ ആയാലും അത് ഉപേക്ഷിച്ചു പോകാൻ തയ്യാറല്ല എന്ന സന്ദേശം കൂടിയാണ് ഇന്ന് നമുക്ക് ദൃശ്യമായത്. ആദ്യം ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്ന ഈ കെട്ടിടത്തിൻ്റെ പിൻവശം, ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണുന്നത് ഒരു 2 നില കെട്ടിടമാണെങ്കിൽ അതിൻ്റെ പിൻവശത്തിലേക്ക് എത്തുമ്പോൾ അതിൻ്റെ അണ്ടർഗ്രൗണ്ട് ഉണ്ട്. അത് 3 നില കെട്ടിടമായി കാണാൻ സാധിക്കും. അതിൻ്റെ അടുക്കള ഭാഗത്ത് ആദ്യം തിരച്ചിൽ നടത്തുന്നു. അവിടെ സേനയും NDRF-ഉം അതുപോലെ സൈന്യമാണ് നടത്തുന്നത്. പിന്നീട് അവിടെ നിന്ന് മാറിയാണ് ഒരു കലുങ്കുണ്ട്, അവിടെ തിരച്ചിൽ നടത്തുന്നു. അവിടെ സന്നദ്ധ പ്രവർത്തകരും സൈന്യവും കൂടെ സംയുക്തമായി തിരച്ചിൽ നടത്തുന്നു. ഈ 2 സ്ഥലത്തും കണ്ടെത്താൻ സാധിക്കാതെ വരുന്നു. ഈ 2 സ്ഥലത്തിനും പ്രത്യേകതയുണ്ട്. ഈ തിരച്ചിലിന് അല്ലെങ്കിൽ റഡാർ സംവിധാനം കൊണ്ടുവന്ന ആ ഉദ്യോഗസ്ഥർ പങ്കുവച്ചൊരു കാര്യമുണ്ട്. 3 ദിവസങ്ങൾ കഴിയുമ്പോൾ മനുഷ്യ അതിജീവനം അസാധ്യമാണ്. അവിടെ സാധ്യമാകണമെങ്കിൽ ഒരു എയർ പോക്കറ്റ് രൂപീകരണം. അങ്ങനെ എയർ പോക്കറ്റ് ഉണ്ടാകാൻ സാധ്യതയുള്ള 2 സ്ഥലങ്ങൾ, ഒന്ന് കലിങ്ങിന്റെ അടിവശം, മറ്റൊന്ന് ഇതിന്റെ അടുക്കള വശത്ത് മറ്റ് ടാങ്കുകൾ പരിശോധിക്കുന്നു. ഈ 2ഇടത്തും കണ്ടെത്താൻ സാധിക്കുന്നില്ല. അതിന് പിന്നാലെയാണ് സൈനിക ഉദ്യോഗസ്ഥർ രക്ഷാപ്രവർത്തകരോട്, സന്നദ്ധ സംഘടനയോട് തിരികെ മാറാൻ നിർദ്ദേശിക്കുന്നു. അവർ തിരികെ പോയതാണോ എന്നുള്ള കാര്യത്തിൽ ആ സമയത്ത് വ്യക്തതയില്ലായിരുന്നു. പിന്നീട് ഈ വാർത്ത കാണുന്നവർക്കും നമുക്കും അല്പം ആശങ്കയുണ്ടാകുന്നു. അതായത് രക്ഷാപ്രവർത്തനം അവസാനിപ്പിച്ചോ എന്ന്. ഒട്ടും താമസിക്കാതെയാണ് ഈ രക്ഷാപ്രവർത്തനത്തിന് അതിനിടയിൽ മറ്റൊരു കാര്യം കൂടി പറയേണ്ടതുണ്ട്. ഈ സ്ഥലത്തു നിന്ന് നമ്മൾ മനുഷ്യർ ഏതാണ്ട് പൂർണ്ണമായി മാറിയപ്പോൾ 2 നായ്ക്കൾ ഇവിടെ എത്തി അവരുടേതായ തിരച്ചിൽ നടത്തുന്നു. മനുഷ്യൻ പിൻവാങ്ങിയോ എന്നതിനപ്പുറത്തേക്ക് മനുഷ്യരുടെ സാന്നിധ്യം കുറയുമ്പോൾ 2 നായ്ക്കൾ വന്ന് അവരുടേതായ തിരച്ചിൽ അവർ നടത്തുന്നു. തൊട്ടു പിന്നാലെയാണ് റഡാർ ഉദ്യോഗസ്ഥർ തിരികെ എത്തുന്നത്. അവർ തിരികെ എത്തി പറയുന്നു അവരോട് തുടരാൻ നിർദ്ദേശം ലഭിച്ചുവെന്ന്. പിന്നീടാണ് സംസ്ഥാന മുഖ്യമന്ത്രി വിഷയത്തിൽ ഇടപെട്ടുകൊണ്ട് തിരച്ചിൽ അവസാനിപ്പിക്കരുതെന്ന് ആവശ്യപ്പെട്ട വിവരവും പുറത്തു വരുന്നത്. അതിനെ തുടർന്നാണ് ഇപ്പോൾ നമ്മൾ ദൃശ്യങ്ങൾ കാണുന്ന പോലെ ഈ കെട്ടിടത്തിന് മുൻവശത്തേക്ക് എത്തുന്നു. ആദ്യ സമയത്ത് വലിയ വെളിച്ച സംവിധാനങ്ങളില്ല. പക്ഷേ വെളിച്ച സംവിധാനങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കാതെ സൈന്യവും, കേരളത്തിന്റെ സൈന്യം എന്ന് പറയാൻ സാധിക്കുന്ന യുവാക്കൾ, ഡിവൈഎഫ്ഐയുടെ യൂത്ത് ബ്രിഗേഡ് ഉൾപ്പെടെയുള്ള സന്നദ്ധ പ്രവർത്തകർ ആ ഷട്ടർ പൊളിച്ച് അകത്ത് പ്രാഥമിക പരിശോധന നടത്തുന്നു. അതിനുശേഷമാണ് റഡാർ പരിശോധനയ്ക്ക് ശേഷം, ഒരുപക്ഷെ റഡാർ പരിശോധന 2 വട്ടം നടത്തിയപ്പോൾ ഈ 2 വട്ടം റഡാർ പരിശോധനയ്ക്ക് ശേഷവും ഉദ്യോഗസ്ഥർ നമ്മളോട് സംസാരിച്ചിരുന്നു. ആ സംസാരിച്ച ഘട്ടങ്ങളിൽ അവർ പറഞ്ഞത് ജീവന്റെ തുടിപ്പുണ്ട് എന്ന കാര്യത്തിൽ അവർക്കൊരു സംശയമില്ല. ആ വാക്കുകൾ വളരെ പ്രധാനപ്പെട്ടതാണ്. അവരുടെ നിലപാടിൽ ഉറച്ചു നിൽക്കുന്നു. അവർ സ്വകാര്യ ഗോദ്രേജ് കമ്പനിയുടെ വ്യക്താക്കളായതുകൊണ്ട് അവർക്ക് രക്ഷാദൗത്യത്തെപ്പറ്റി കമൻറ്റ് ചെയ്യാൻ പറ്റില്ല. പക്ഷേ അവരുടെ പറച്ചിൽ നിന്ന്, അവരുടെ വാക്കിൽ നിന്ന് ഞങ്ങൾ ഉറപ്പ് നൽകുന്നു, ഇത് വീണ്ടും പരിശോധിക്കണമെന്ന ആഗ്രഹം അവരുടെ മുഖത്തുണ്ടായിരുന്നു. ആ ആഗ്രഹങ്ങളും ജനങ്ങളുടെ ആഗ്രഹവും മുഖ്യമന്ത്രി നിറവേറ്റുകയാണ്. ഈ നിമിഷം കേരളത്തിൻ്റെ മുഖ്യമന്ത്രിക്ക് നമ്മൾ നന്ദി പറയണം. ഈ തുടരാൻ നിർദ്ദേശം നൽകിയതിന് ഒപ്പം തന്നെ ഇപ്പോൾ നമ്മൾ ദൃശ്യങ്ങൾ കാണുന്ന NDRF-ൻ്റെയും യൂത്ത് ബ്രിഗേഡ് ഉൾപ്പെടെ സന്നദ്ധ സംഘടനകളുടെയും അതുപോലെ സൈന്യത്തിനും ബിഗ് സല്യൂട്ടും കൊടുക്കണം. അവർ വീണ്ടും പുനരാരംഭിക്കുന്നു. ആ പുനരാരംഭിച്ച ഘട്ടത്തിൽ വെളിച്ചം പ്രശ്നമാകുന്ന ഒരു സംഭവം ഉണ്ടായപ്പോൾ അവരിപ്പോൾ വലിയ വെളിച്ച സംവിധാനങ്ങൾ കൂടെ ഒരുക്കുകയാണ്. ഈ ദൗത്യം രാത്രി ഉടനീളം തുടരുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതായത് ഒരു ജീവന്റെ തുടിപ്പുണ്ടെങ്കിൽ അത് മനുഷ്യനായാലും മൃഗമായാലും അതിനെ ഉപേക്ഷിച്ചുകൊണ്ട് ഉറങ്ങുക അല്ല മലയാളികൾ. നമ്മൾ ആഗ്രഹിച്ചതുപോലെ രക്ഷാദൗത്യം അതിൻ്റെ പൂർണ്ണമായ ശരിയായ ദിശയിൽ തന്നെ പോകുന്നു എന്നാണ്. അതാണ് നമുക്ക് ഈ നിമിഷം ഇവിടെ നിന്ന് ഏറ്റവും ആധികാരികമായി പറയാൻ സാധിക്കുന്നത്. ആളുകൾക്ക് ഇത് ന്യൂസ് ആൻഡ് വ്യൂസിന്റെ
ചോദ്യത്തിന്റെ സമയമാണ്. കൂടുതൽ പ്രേക്ഷകർ, പുതിയ പ്രേക്ഷകർ നമ്മളോടൊപ്പം ചേർന്നിട്ടുണ്ടാവും. അവർക്ക് വ്യക്തതയ്ക്ക് വേണ്ടി ഞാൻ ചില കാര്യങ്ങൾ ചോദിക്കുകയാണ്. നേരത്തെ ഗോദ്രേജിന്റെ ആ ഉദ്യോഗസ്ഥൻ, സൈനികേതരനായ ആ ഉദ്യോഗസ്ഥൻ പറഞ്ഞപ്പോൾ ഞങ്ങളിവിടെ മനസ്സിലാക്കിയത് 2.3 മീറ്റർ ചുറ്റളവിൽ 0.7, അതായത് 1 മീറ്ററിൽ താഴെ മാത്രം ആയി ഒരു ശ്വാസത്തിൻ്റെ ചലനം കേട്ടു എന്നാണ്. അത് അങ്ങനെ തന്നെയാണോ അദ്ദേഹം പറഞ്ഞത്? അത്രയും ചെറിയ ഒരളവിൽ, അത്രയും ചെറിയ ഒരു പരിധിയിൽ പരിശോധന നടത്തി ഉടനെ നമുക്ക് ഫലം ലഭിക്കില്ലേ? എന്താണ് ഇപ്പോഴത്തെ നിഗമനം? സുജു. NBC അങ്ങനെയല്ല. 2.5 മീറ്റർ താഴ്ചയിൽ ഡെപ്താണ് 2.5 മീറ്റർ വരുന്നത് ഏകദേശം ഡെപ്ത്. അതിൻ്റെ റേഡിയസ് 7 മീറ്റർ എബോവ് ആണ്. 7 മീറ്ററിലധികം റേഡിയസ് ഉണ്ട്. അതിൻ്റെ വ്യാപ്തിയുണ്ട്. അതിൻ്റെ വ്യാപ്തിയല്ല, അതിൻ്റെ ചുറ്റളവ്. അങ്ങനെയെങ്കിൽ അതൊരു അല്പം വലുതാണ്. നമുക്ക് ചെറുതായിട്ട് തോന്നുമെങ്കിലും ആ അത്രയും പർട്ടിക്കുലർ ഏരിയയാണ് പറഞ്ഞത്. 2.5 അടി താഴ്ചയിലും 7 മീറ്റർ റേഡിയസും, അതാണ് അതിന്റെ അളവ്. അതുകൊണ്ടാണ് ഇവർ ആദ്യം നടത്തിയ 2 പ്രദേശത്ത് വ്യക്തമായി 2.5 അടിയോളം താഴ്ച പരിശോധന നടത്തുന്നു. കൂടുതൽ വലിയൊരു പ്രദേശമാണ്. അവിടെ തിരച്ചിൽ വരുത്തേണ്ടി വരും. 7 മീറ്റർ ആരത്തിലുള്ള ഒരു വൃത്തം എന്ന് പറയുമ്പോൾ ഒരു വലിയ പ്രദേശം വന്നു, ഒരു വലിയ ഭാഗം വന്നു ഭൂമിയുടെ. അത്രയും ഭാഗം കുഴിച്ച് പരിശോധിക്കേണ്ടി വരും. പക്ഷേ നേരത്തെ പറഞ്ഞിരുന്നത്, ആ ഉദ്യോഗസ്ഥൻ പറഞ്ഞിരുന്നത് ഇനിയൊരു പരിശോധന കൂടി നടത്തുന്നുണ്ട് ആ യന്ത്രം ഉപയോഗിച്ച് എന്ന് പറഞ്ഞിരുന്നു. ആ യന്ത്രം ഉപയോഗിച്ച് പറയുമ്പോൾ വീണ്ടും പരിശോധിക്കുമ്പോൾ കൂടുതൽ കൃത്യതയ്ക്കും വ്യക്തതയ്ക്കും വേണ്ടിയായിരിക്കുമല്ലോ. ആ പരിശോധനയുടെ ഫലം അവർ നമ്മളോട് ഔപചാരികമായോ അനൗദ്യോഗികമായോ പറഞ്ഞിട്ടുണ്ടോ? ആ പരിശോധനയിൽ എന്താണ് കണ്ടെത്തിയത്? എന്ത് കണ്ടെത്തിയിട്ടാണ് ഇവർ വീണ്ടും ആ പ്രവർത്തനം പുനരാരംഭിച്ചിരിക്കുന്നത്? ഇപ്പോൾ എത്ര കുഴിച്ചാൽ, എവിടെ കുഴിച്ചാൽ ഇത് കിട്ടും എന്ന മട്ടിലാണ് അവർ കണക്ക് കൂട്ടുന്നത്. ഇതേക്കുറിച്ച് എന്തെങ്കിലും വിവരങ്ങൾ അവർ മാധ്യമങ്ങൾക്ക് നൽകാൻ അവർക്ക് കഴിഞ്ഞിട്ടുണ്ടോ? ഇപ്പോൾ മാധ്യമങ്ങൾക്ക് അവർ സന്ദേശം നൽകേണ്ട സമയമല്ല എങ്കിൽ പോലും അങ്ങനെ എന്തെങ്കിലും മനസ്സിലാക്കാൻ അവിടെ നിൽക്കുന്ന റിപ്പോർട്ടർ എന്ന നിലയ്ക്ക് സുജീവിന് കഴിഞ്ഞിട്ടുണ്ടോ? ഒരു പക്ഷേ കേരളീയരെ കൂടുതൽ ആശ്വസിപ്പിക്കുന്ന, പ്രതീക്ഷ നൽകുന്ന വിവരം അതൊക്കെ ആയിരിക്കാം സുജു. NBC ഈ സംഭവം ഈ മൂന്നാമത് അവർ പരിശോധന നടത്തിയ ശേഷമാണ് ഇപ്പോൾ തിരച്ചിൽ പുനരാരംഭിച്ചത്. അതായത് സൈന്യവും ഒക്കെ ഈ സംഭവ സ്ഥലത്തു നിന്ന് മാറിയ ശേഷം ഈ ഉദ്യോഗസ്ഥർ, റഡാർ ഉദ്യോഗസ്ഥർ അവർ തിരികെ പോയിരുന്നു. അവർ തിരികെ വന്ന ശേഷം ആദ്യം നടത്തിയ പ്രവർത്തനം തന്നെ റഡാർ പരിശോധനയാണ്. ആ റഡാർ പരിശോധന നടത്തിയ ശേഷമാണ് ഒരു പ്രാഥമികമായ കെട്ടിടത്തിൻ്റെ ഉള്ളിലേക്ക് നടത്തിയ പരിശോധന. ഇപ്പോൾ കൂടുതൽ വെളിച്ച സംവിധാനം എത്തിച്ച് പരിശോധന നടത്തുന്നു. അങ്ങനെയെങ്കിൽ സ്വാഭാവികമായി ഈ റഡാർ പരിശോധനയ്ക്ക് ശേഷം വീണ്ടും ആധുനിക സംവിധാനങ്ങൾ കൂടെ തന്നെ പരിശോധന പുനരാരംഭിക്കുമ്പോൾ, തിരിച്ച് തുടരുമ്പോൾ അതിൽ നിന്ന് മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കുന്നത് ഇത് ഏതെങ്കിലും തരത്തിൽ ശുഭസൂചന ലഭിച്ചുകൊണ്ടായിരിക്കാം. അങ്ങനെ ശുഭസൂചന ലഭിച്ചതുകൊണ്ട് മാത്രമായിരിക്കാം ഈ സൈന്യവും ഈ രാത്രിയിൽ നമ്മൾ ഈ കെട്ടിടത്തിൻ്റെ ഒരുപക്ഷെ ക്യാമറ അത് കാണിക്കാൻ സാധിക്കുമായിരിക്കും. ഏതാണ്ട് നല്ലൊരു ശതമാനവും ഇടുങ്ങിയിരിക്കുന്ന കെട്ടിടം, അപകടാവസ്ഥയിലുള്ള കെട്ടിടം, അങ്ങനൊരു കെട്ടിടത്തിനുള്ളിൽ ഇവർ പരിശോധന നടത്തണമെങ്കിൽ തീർച്ചയായും ശുഭസൂചന ലഭിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാകാമെന്ന് നമുക്ക് അനുമാനിക്കാം. കാരണം ആ റഡാർ ഉദ്യോഗസ്ഥർ ഉറപ്പിച്ചു പറയുന്നു, ഞങ്ങൾക്ക് ലഭിച്ച റഡാറിൽ നിന്ന് ഒരു ജീവന്റെ ശ്വാസം തന്നെയാണ്. അവരതിൻ്റെ സാങ്കേതിക മികവിനെ പറ്റിയും അത് മറ്റ് യുദ്ധമുഖങ്ങളിലൊക്കെ തന്നെ നിരന്തരമായി ഉപയോഗിക്കുന്ന ഒരു മിഷനറിയാണെന്ന് അവർ വ്യക്തമാക്കുകയും ചെയ്യുന്നു. അങ്ങനെയെങ്കിൽ അതിൻ്റെ കൂടി അടിസ്ഥാനത്തിലായിരിക്കാം പരിശോധന പുനരാരംഭിക്കുന്നത്. ഇപ്പോഴും സൈനിക ഉദ്യോഗസ്ഥരും NDRFൻ്റെ ഉദ്യോഗസ്ഥർ, അതുപോലെ തന്നെ വിവിധ സേനാഭാഗങ്ങൾ, നമ്മൾക്ക് ഹൃദയപൂർവ്വം വിളിക്കാൻ പറ്റുന്ന നമ്മുടെ സേനയായിരിക്കുന്ന സന്നദ്ധ പ്രവർത്തകർ, അവരെല്ലാവരും തന്നെ ഇവിടെ തുടരുകയാണ്. ഈ രാത്രിയിൽ ഇപ്പോൾ NDRFൻ്റെ ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ മാധ്യമങ്ങളോട് സംസാരിക്കുകയല്ല ഉൾപ്പെടെയുള്ളവർ അവിടെയുണ്ട്. അങ്ങനെ ആ ഒരു വലിയ പ്രതീക്ഷയിൽ തന്നെയാണ് നമ്മളെല്ലാവരും ഈ നിമിഷവും കടന്നു പോകുന്നത്. തീർച്ചയായിട്ടും ഒരു ശുഭ വാർത്ത ലഭിക്കും എന്ന പ്രതീക്ഷ. കാരണം ഈ റഡാറിൻ്റെ ഉദ്യോഗസ്ഥൻ പറഞ്ഞൊരു കാര്യമുണ്ട്, ഇങ്ങനെ ഒരാളുടെ ഒരു ശ്വാസം ലഭിക്കണമെങ്കിൽ, മനുഷ്യനായാലും മറ്റെന്തെങ്കിലും ജന്തുവാണെങ്കിലും ഒരു എയർ പോക്കറ്റ് രൂപീകരിക്കുക. അതായത് സുരക്ഷിതം എന്ന് ഉദ്ദേശിക്കുന്നത് അവർക്ക് ശ്വാസോച്ഛ്വാസം നടത്താൻ പറ്റുന്ന ഒരു സാഹചര്യം ഉള്ള ഒരു റൂം പോലെ ഒരു എയർ പോക്കറ്റ് രൂപീകരിക്കപ്പെട്ടെങ്കിൽ മാത്രമേ ഇങ്ങനെ ഒരു വിവരം അല്ലെങ്കിൽ അവർക്ക് അങ്ങനെ തുടരാൻ സാധിക്കുകയുള്ളൂ. അങ്ങനെയുണ്ടെങ്കിൽ ഒരു എയർ പോക്കറ്റ് രൂപീകരിച്ചിട്ടുണ്ടായിരിക്കാം. അതിൽ കുറച്ച് നേരം കൂടെ നമുക്ക് ശുഭവാർത്തകൾ പ്രതീക്ഷിക്കാം തരത്തിൽ ആ എയർ പോക്കറ്റ് ഉണ്ടാകാം എന്ന പ്രതീക്ഷയാണ് നമ്മൾ മുന്നോട്ട് വെക്കുന്നത്. ആ പ്രതീക്ഷയിൽ തന്നെയാണ് ഇവിടെ ഇന്ത്യയുടെ സേനയെന്ന് ഞാൻ വിശേഷിപ്പിക്കുന്ന ഇന്ത്യയുടെ രക്ഷാ
രക്ഷാസേന അല്ലെങ്കിൽ ദൗത്യസേന എന്ന് പറയാൻ സാധിക്കുന്ന ഒരുമിച്ച് നിൽക്കുന്ന ഇപ്പോൾ വീണ്ടും ഈ NDRFന്റെ പ്രവർത്തകരെല്ലാം തന്നെ അവർ വീണ്ടും ഒരു ജാഗ്രതയോടെ അവർ അണിനിരക്കുന്നുണ്ട്. ഒരുപക്ഷെ ദൗത്യം പുനരാരംഭിക്കാൻ വേണ്ടിയായിരിക്കാം വീണ്ടും അവർ ആളുകളെ മാറ്റുന്നു. അവർ ആ തെരച്ചിൽ സ്ഥലത്തിലേക്ക് ുമ്പോൾ അതിന് ഏറ്റവും എടുത്തു പറയേണ്ട രണ്ട് കാര്യമാണ്. ഇങ്ങനൊരു പ്രതീക്ഷയുടെ നിലവിളിച്ചം കണ്ടിട്ട് അത് കാണാതെ അത് കണ്ടിട്ട് അത് തെരച്ചിൽ പാതി വഴിയിൽ ഉപേക്ഷിച്ച് പോയി ഉറങ്ങുകയല്ല, പകരം അത് പുനരാരംഭിക്കാൻ അല്ലെങ്കിൽ ആ തെരച്ചിൽ തുടരാൻ നിർദ്ദേശം നൽകിയ മുഖ്യമന്ത്രിയുടെ ഇടപെടൽ ഒന്ന്. രണ്ട്, ഈ ദൗത്യത്തിന് നമ്മൾ ഈ ഉച്ചയോടുകൂടി തന്നെ വാർത്ത റിപ്പോർട്ട് ചെയ്യുമ്പോൾ യൂത്ത് ബ്രിഗേഡ് പ്രവർത്തകർ, ഡിവൈഎഫ്ഐയുടെ മറ്റ് സന്നദ്ധ പ്രവർത്തകർ ഒരു ചാലുണ്ട്, അതിന്റെ കലിങ്ക്, അതിന്റെ അടിയിൽ അവർ ഇറങ്ങി പരിശോധന നടത്തുകയാണ്. അവർ പറഞ്ഞ 2 ദിവസം മുമ്പ് അവർ തന്നെ 2 മൃതദേഹങ്ങൾ കണ്ടെത്തി. അങ്ങനെ അവർ ഉള്ളിലേക്ക് ഇറങ്ങി തങ്ങളുടെ ജീവൻ പോലും പണയപ്പെടുത്തി നടത്തുന്ന രക്ഷാദൗത്യം. അങ്ങനെ ഈ രക്ഷാദൗത്യത്തിൽ ഏർപ്പെടുന്ന ഇവർക്ക് വലിയ ഒരു സല്യൂട്ട് ഈ നിമിഷം നമ്മൾ പ്രേക്ഷകരും കൈരളി ഉൾപ്പെടെയുള്ളവർ നൽകേണ്ടതുണ്ട്. അങ്ങനെ ഒരു രക്ഷാദൗത്യമാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത്. വലിയ വെളിച്ച സംവിധാനങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഈ കെട്ടിടത്തിന് മുൻപ് കാണാം. നമുക്ക് ഇത് പറയുമ്പോൾ മറ്റൊരു കാര്യം കൂടെ സ്ഥലം MLA ഉൾപ്പെടെ ചൂണ്ടിക്കാട്ടിയൊരു കാര്യമുണ്ട്. ഈ വീടിന്റെ തൊട്ട് മുമ്പിലാണ് ഒരു മോസ്ക് ഉണ്ട്. ആ മോസ്കിന്റെ ഇപ്പുറത്ത് ഒരു ക്രൈസ്തവ ദേവാലയം. ഇത് തമ്മിൽ അത് 5 മീറ്റർ പോലും വ്യത്യാസമില്ല. അങ്ങനെ മതസൗഹാർദ്ദത്തോടെ ഒരു മതവൈദ്യയോടെ നടന്നുപോയ ഒരു ഐക്യത്തിന്റെ പ്രദേശം കൂടിയാണ് മുണ്ടക്കൈ. അവിടെയാണ് ദുരിതം, കേരളത്തെ ആകെ കണ്ണീരിലടിച്ച് ദുരിതം സംഭവിച്ചിരിക്കുന്ന ആ ദുരന്ത മുഖത്തു നിന്ന് നമുക്കറിയാം 700-ലധികം ആളുകൾ മരിക്കുക എന്ന് പറയുമ്പോൾ പിന്നീട് അതിനപ്പുറത്തേക്ക് ഒരു ദുഃഖമില്ല. ആ വേദനയിൽ നാമെല്ലാം പങ്കാളികളാകുമ്പോഴാണ് ഒരു പ്രതീക്ഷയുടെ ചെറിയ നാമ്പ്. അത് റഷ്യൻ നിർമ്മിത യന്ത്രത്തിൽ നിന്നുള്ള നീല വെളിച്ചം, ആ നീല വെളിച്ചത്തെ ഒരു പ്രതീക്ഷയുടെ വെളിച്ചമാക്കി മാറ്റിക്കൊണ്ട് ആ സിഗ്നലെ കൺവേർട്ട് ചെയ്യുന്നു. അതിനൊത്ത് പ്രവർത്തിക്കും. ഇപ്പോഴും ഇവിടെ നിൽക്കുന്ന രക്ഷാസേന ഈ ദൗത്യസേന അംഗങ്ങളെല്ലാം തന്നെ ആ സേനയുടെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട ഇരു സൈഡിലായി നിൽക്കുകയാണ്. JCBയും ഇവിടെ എത്തിച്ചിട്ടുണ്ട്. ഒരുപക്ഷെ ഇതിന്റെ ഷട്ടറുകൾ JCB വെച്ച് പൊളിക്കുമോ എന്നറിയില്ല. എന്തായാലും ആളുകളും എല്ലാവരും ഒരു കമാൻഡർ ആണെന്ന് ചോദിച്ചാൽ ഒരു സേനാ ഉദ്യോഗസ്ഥനായിരിക്കാം. പക്ഷെ നേരിട്ട് കാണുന്നില്ലെങ്കിൽ പോലും അവർ പറയുന്ന നിർദ്ദേശങ്ങൾ പൂർണ്ണമായി ഉൾക്കൊണ്ടുകൊണ്ട് ഇരു സൈഡിൽ മാറുന്നു. ഇതിനിടയ്ക്ക് പറയേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. ഇവിടെ താമസിച്ചിരുന്ന രക്ഷപ്പെട്ട ആളുകളെ, ബന്ധുക്കളെ ഇവിടെ എത്തിച്ചിരുന്നു. അവരെ എത്തിച്ചുകൊണ്ട് തന്നെയാണ് ഈ സ്ഥലങ്ങളിൽ ഇവിടെ ആരൊക്കെ താമസിക്കുന്നു, ഇവിടെ ആരൊക്കെ ഉണ്ടാകാം എന്ന സാധ്യതകളെല്ലാം തന്നെ ഈ സുരക്ഷാ സേന മനസ്സിലാക്കുന്നതും അതിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് പരിശോധന. കേവലം ഇവിടെ ഒത്തുകൂടിയവരല്ല, ഈ സ്ഥലത്ത് താമസിച്ചവർ. അവർക്ക് അതിലെ ഹൃദയഭേദമായ ഒരു രംഗമുണ്ട്. സൈനിക ഉദ്യോഗസ്ഥൻ ഇവിടെ താമസിച്ച ആ വ്യക്തിയെ, അദ്ദേഹത്തിനെ കൊണ്ട് ഈ കാര്യങ്ങൾ ആരായുമ്പോൾ അദ്ദേഹത്തിന് തോളത്ത് തട്ടി ആശ്വസിപ്പിക്കുന്നത് പറയാൻ വാക്കുകൾ ഒരുപക്ഷെ കിട്ടില്ലായിരിക്കാം. അത്രത്തോളം ദുഃഖത്തിൽ കൂടെ കടന്നു പോകുന്ന ആളുകൾ അവരും തിരികെ എത്തി തന്റെ കുട്ടിയവരെയും ഉടയവരെയും കണ്ടെത്താൻ വേണ്ടി ശ്രമം ആരംഭിക്കുന്നു. ആ മനുഷ്യ സഹജമായ എന്തൊക്കെ ചെയ്യാം അത് ചെയ്യാം എന്ന ആത്മവിശ്വാസത്തോടെ അതിനായി തയ്യാറായി നിൽക്കുന്ന വലിയ ഒരു കൂട്ടം ജനതയാണ് നമുക്ക് ഈ മുണ്ടക്കയത്തിൽ കാണാൻ സാധിക്കുന്നത്. അവിടെ ഉണ്ടാകുന്ന ഓരോ വിവരങ്ങളും നമുക്ക് കാണിക്കേണ്ടതും ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കേണ്ടതുമുണ്ട്.